ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, മെറിഫ്രി റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം അല്ലെങ്കിൽ അതെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ മാത്രമാണ് അതിന് സംഭവിക്കുകയുള്ളൂ. ആരോഗ്യമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയ അസുഖങ്ങൾ വന്നതിന് ശേഷം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇനി ഇൻ കേസ് നമ്മൾ ചിലപ്പോൾ മിക്ക ആളുകളും ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ആരോഗ്യമായിട്ട് ഇരിക്കണം, എന്തെങ്കിലും ആവശ്യം വരട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ്. അത് അവരുടെ അറിവില്ലായ്മയാണ്. കാരണം നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമുക്കൊരു പോളിസി എടുക്കാൻ എളുപ്പം സാധിക്കും. പക്ഷെ അപ്പം നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നും. പക്ഷെ നമുക്കൊരു കേസ് എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട്, അപ്പോൾ പക്ഷെ ഇൻഷുറൻസ് കിട്ടുകയുമില്ല. അതുകൊണ്ടാണ് നമുക്ക് എപ്പോൾ ആവശ്യമില്ലാത്ത സമയത്ത് വേണം നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ എന്ന് ഞങ്ങൾ പറയാറുള്ളത്. കാരണം നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് ഇൻഷുറൻസ് കിട്ടില്ല. ഇനി ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഇതുവരെ പോളിസി എടുത്തില്ല, അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനെസ്സുകൾ വന്നു, ഇപ്പൊ ഹാർട്ട് ഡിസീസ് അങ്ങനെയൊക്കെ ഉള്ള ഡയബറ്റിസ് അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ നമുക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ നമ്മളുടെ അപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച്, ഇപ്പൊ ഹാർട്ട് ഡിസീസ് എന്നൊക്കെ പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള കേസൊക്കെ ആണെങ്കിൽ ഒരിക്കലും നമുക്ക് പിന്നെ ഇൻഷുറൻസ് കിട്ടില്ല. പക്ഷെ നമ്മളിപ്പോ ഒരു ഹാർട്ട് ഡിസീസ് വന്ന ചെറിയൊരു ബ്ലോക്കോ അങ്ങനെയൊക്കെ വന്ന് എന്തെങ്കിലും സ്റ്റെൻറ്റിടും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതുവരെയുള്ള മെഡിക്കൽ റെക്കോർഡുകൾ സമർപ്പിച്ചതിന് ശേഷം ഏത് കമ്പനിയിലാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ കമ്പനിയിൽ നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷനും അതുപോലെയുള്ള നമ്മുടെ അതുവരെയുള്ള മെഡിക്കൽ റെക്കോർഡുകളും എല്ലാം നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഡോക്ടേഴ്സ് അത് റിവ്യൂ ചെയ്തതിന് ശേഷം അത് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു സ്കീം തരാനായിട്ട് അർഹതയുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് നിങ്ങൾക്കത് തരുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ആ ഒരു സ്കീം എടുക്കാനായിട്ട് അനുവാദം തരുന്നതാണ്. പക്ഷേ അപ്പോൾ ഒരു പ്രീമിയത്തിൽ നല്ലൊരു ലോഡ് ഉണ്ടായിരിക്കും. കാരണം അത് കുറച്ച് റിസ്ക് ആണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല ലോഡ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് നല്ല പ്രീമിയം അടച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ സ്കീം എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു സ്കീം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുന്നോട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കവർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കൊരു മെഡിക്കൽ എമർജൻസി ഒക്കെ വരുമ്പോഴും ആ ഒരു സ്കീം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇൻ കേസ് നമ്മൾ ഓൾറെഡി ഒരു സ്കീമിലുള്ള ആളാണ്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ആളാണ്, നമുക്ക് പെട്ടെന്നാണ് ഒരു ക്രിട്ടിക്കൽ ഇൽനെസ്സോ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തുന്നതെങ്കിൽ നമുക്ക് ഭയക്കാനില്ല. കാരണം നമുക്ക് ഓൾറെഡി ഒരു പോളിസി ഉണ്ട്, നമ്മൾ വളരെ നാളായിട്ട് അത് റിന്യൂ ചെയ്ത് പോകുന്നതൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കവറേജ് നമുക്ക് ഉണ്ടാവും. നമുക്ക് ആ ഒരു പോളിസിയുടെ മേലിൽ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് ആയിട്ട് ഹാർട്ട് ഡിസീസ്, ഡയബറ്റിസ് അല്ലെങ്കിൽ ക്യാൻസർ ഒക്കെയാണ് വരുന്നതെങ്കിൽ പിന്നീട് ആ പോളിസി പുതുക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അത് അപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഒരു നമ്മൾ ചിലപ്പോൾ അത്തരം ഇൽനെസ് കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന രീതിയിലുള്ള സ്കീമിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മളെ ആ സ്കീമിലേക്ക് മാറ്റുകയും നമുക്ക് അത് റിന്യൂ ചെയ്തു പോകാനും പിന്നെ അതിനോട് സംബന്ധമായ അസുഖങ്ങൾക്ക് കവറേജ് നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇതുവരെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഇന്ന് തന്നെ അതിനുള്ള സ്റ്റാർട്ട് ചെയ്യുക. കാരണം നാളെ നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഇൻഷുറൻസ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. പല കേസുകളും റിജക്റ്റ് ആവാറുണ്ട്. കാരണം അത് അത്രത്തോളം റിസ്ക് ഉള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വന്നിരിക്കുന്ന അസുഖത്തിന്റെ ആ ഒരു സീരിയസ്നെസ് അനുസരിച്ചിട്ട് പിന്നീട് ഒരു മെഡിക്കൽ ഇൻഷുറൻസോ ലൈഫ് ഇൻഷുറൻസോ ഒക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കും ഗൈഡൻസിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.